ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. യൂണിറ്റ് 3 പേജസ് ഓഫ് വണ്ടർ എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റിലെ ചാപ്റ്റേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്ററാണ് ഇത് കളർഫുൾ ട്രഷർ. കളർഫുൾ എന്ന് വെച്ചാൽ എന്താ, നല്ല കളറായിട്ടുള്ള അല്ലേ? യെസ്, ഇവിടെ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, വിലമതിക്കുന്ന എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ബിന്നിൽ നിന്നുള്ള എന്തൊക്കെയോ തിരഞ്ഞു നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. Discover the story or discover the joy of reading. It will transform your world. അവിടെ റീഡിങ്ങിൻ്റെ സന്തോഷം എന്താണെന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് ഇത്. നമ്മളോട് റീഡ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ടിയേഴ്സ് ആൻഡ് ജോയ്. ടിയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? കണ്ണുനീർ. ജോയ് എന്ന് വെച്ചാൽ സന്തോഷം. ഇൻ എ ഫാർ എവേ വില്ലേജ് ചിൽഡ്രൻ നെവർ വെന്റ് ടു സ്കൂൾസ്. അകലെയുള്ള ഒരു ഗ്രാമത്തിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ദേ ഓൾവേസ് വാണ്ടേർഡ് ഹിയർ ആൻഡ് ദെയർ. അവരെപ്പോഴും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ദേ ലിവ്ഡ് ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ആ ഒരു ഗാർബേജ് ഡംപിന്റെ അടുത്താണ് അവർ താമസിക്കുന്നത്. ബ്രൈറ്റ് കളേഴ്സ് പീക്ഡ് ഔട്ട് ഫ്രം ദ ട്രാഷ്, ക്രംബിൾഡ് പേപ്പേഴ്സ്, ഷൈനി ബോട്ടിൽസ് ആൻഡ് ടാറ്റേർഡ് ക്ലോത്ത്സ് സ്കാറ്റേർഡ് എവ്രിവെയർ. ബ്രൈറ്റ് കളേഴ്സ്, നല്ല നിറമുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളർ എന്ത് ചെയ്യുന്നു, പീക്ഡ് എന്ന് വെച്ചാൽ എത്തി നോക്കുന്നു. ഔട്ട് ഫ്രം ദി ട്രാഷ്, ക്രംബിൾഡ് പേപ്പേഴ്സ് അല്ലേ, ഔട്ട് ഫ്രം ദി ട്രാഷ് ക്രംബിൾഡ് പേപ്പേഴ്സ്. ഓക്കെ, ആ ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് നിറമുള്ള പേപ്പേഴ്സ് ഒക്കെ എത്തി നോക്കുന്നുണ്ട്. ക്രംബിൾഡ് പേപ്പേഴ്സ് എന്ന് വെച്ചാൽ ചുരുട്ടിയ കടലാസ്, അതുപോലെ ഷൈനി ബോട്ടിൽസ്, തിളക്കമുള്ള ബോട്ടിൽസും, ആൻഡ് ടാറ്റേർഡ് ക്ലോത്ത്സ്, കീറിയ വസ്ത്രങ്ങളും, സ്കാറ്റേർഡ് എവ്രിവെയർ, ചിന്നി ചിതറി എല്ലാവിടെയും കിടക്കുന്നുണ്ടായിരുന്നു. ദ ചിൽഡ്രൻ ലാഫ് റാങ് ലൈക്ക് ബെൽസ് അമിഡ്സ്റ്റ് ദ ഗാർബേജ് ബട്ട് എ സാഡ്നെസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹേർട്സ്. ആ കുട്ടികൾ ചിരിക്കുന്നുണ്ട് എങ്കിലും, ആ ഗാർബേജ് ഡംപിൽ തിരയുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട് എങ്കിലും, ബട്ട് എ സാഡ്നെസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹേർട്സ്, അവരുടെ ഹൃദയത്തിൽ എന്തോ ഒരു സങ്കടമുണ്ട്. എന്തായിരിക്കും ആ സങ്കടം? യെസ്, നമുക്ക് നോക്കാം. എ തേഴ്സ്റ്റ് ടു റീഡ്. എ തേഴ്സ്റ്റ് ടു റീഡ്, റീഡ് ചെയ്യാനുള്ള ആഗ്രഹം. എന്താണ് പറയുന്നത്? റീഡ് ചെയ്യാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ദാഹം. തേഴ്സ്റ്റ് എന്ന് വെച്ചാൽ എ തേഴ്സ്റ്റ് ടു റീഡ്. തേഴ്സ്റ്റ് എന്ന് വെച്ചാൽ ദാഹം എന്നാണ്. അപ്പം വായിക്കാനുള്ള ദാഹം എന്നാണ് പറയുന്നത്. എവറി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. എല്ലാ ദിവസവും കുട്ടികൾ കാണുന്നുണ്ട്, ബാക്കിയുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്നു. ദേ വോർ ക്ലീൻ ആൻഡ് അയേൺഡ് യൂണിഫോം. അവർ ക്ലീൻ ആയിട്ടുള്ള അയേൺ ചെയ്ത യൂണിഫോം ഒക്കെ ധരിച്ചിട്ടുണ്ട്. സം ഓഫ് ദം വേർ റീഡിങ് ബുക്സ് ആൻഡ് ദേ നെവർ കെയർഡ് ഫോർ ദസ്. കുറച്ച് കുട്ടികൾ അതിൽ ബുക്ക് റീഡ് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നില്ല, ഈ കുട്ടികളെ കെയർ ചെയ്യുന്നേ ഇല്ല. പൂവർ ചിൽഡ്രൻ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദം. കുട്ടികൾ എന്ത് ചെയ്യും, അവരെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കും. ദേ ക്ലച്ച്ഡ് ദ ക്രംബിൾഡ് പീസസ് ഓഫ് പേപ്പർ ദേ ഗോട്ട് ഫ്രം ദി ഗാർബേജ്. അവർ ക്ലച്ച്ഡ്, മുറുക്ക പിടിച്ചിട്ടുണ്ടാവും. എന്ത്? ആ ചുരുട്ടിയ ക്രംബിൾഡ് പീസസ് ഓഫ് പേപ്പർ അവർ മുറുക്കി പിടിച്ചിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും, അത് ആ ഒരു ഗാർബേജ് ഡംപിൽ നിന്ന് കിട്ടിയ ആ ഒരു പേപ്പേഴ്സ് അവരെന്ത് ചെയ്യും, അവരിങ്ങനെ തുറന്നിട്ട് സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദ അതർ ചിൽഡ്രൻ റീഡിങ്. ആ ബസ്സിൽ പോകുന്ന കുട്ടികൾ റീഡ് ചെയ്യുന്നത് പോലെ ഇവരും എന്ത് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ദ ഹിഡൻ ട്രഷർ, ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ട്രഷർ, നിധി. വൺ ഡേ എ വുമൺ, യെസ്, one day a woman came there. She wore a red dupatta over a white kurta. ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഒരു വുമൺ അങ്ങോട്ടേക്ക് വരികയാണ്. അവരെന്ത് ചെയ്തു, അവരെന്താ ധരിച്ചിട്ടുള്ളത്? റെഡ് ദുപ്പത്ത, റെഡ് ഷോളും, ഓവർ എ വൈറ്റ് കുർത്ത, വൈറ്റ് കുർത്തയാണ്. ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹെർ ബിഫോർ. ദേ ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ വണ്ടർ. ഷീ സ്മൈൽഡ് അറ്റ് ദി ചിൽഡ്രൻ. അവരുടെ ഇടയിലേക്ക് വന്നിട്ട് കുട്ടികളോട് ചിരിക്കുകയാണ്. എന്നിട്ടോ, ക്യാൻ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ? ഞാൻ ഇത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ? ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. അതെ, അവര് അങ്ങനെ ചോദിക്കണം, ഞാൻ ഇത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ, ഒരു നിമിഷത്തേക്ക്, കുറച്ച് സമയത്തേക്ക് കൂടി ഇരുന്നോട്ടെ? അങ്ങനെ ചോദിച്ച ശേഷം അവരെന്ത് ചെയ്യുന്നു, ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ, ഒരു പൊട്ടിയ പ്ലാസ്റ്റിക് ക്യാനിന്റെ മേലെ അവരിരുന്നു. ദ ചിൽഡ്രൻ വർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക്ഡ് at each other. She opened her bag and
took out something. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ ബാഗ് അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ മേലെ ഇരുന്നു. എന്നിട്ട് കുട്ടികളൊക്കെ കൺഫ്യൂസ്ഡ് ആയി, ആരാണ് ഇത്, എന്തിനായിരിക്കും ഇവർ വന്നത് എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്നിട്ട് അവരുടെ ബാഗ് തുറന്നു. എന്തായിരിക്കും ബാഗിനകത്ത് ഉണ്ടാക്കുക? യെസ്, വി ടു ഹാവ് നെയിംസ്, ഞങ്ങൾക്കും പേരുണ്ട് എന്നാണ് പറയുന്നത്. ദി ചിൽഡ്രൻ വർ ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് ക്ലോസർ, കുട്ടികൾ വളരെ ക്യൂരിയസ് ആയിട്ട് അടുത്തടുത്ത് നിൽക്കുകയാണ്. ദേ വർ ഈഗർ ടു ഡിസ്കവർ ദ treasures hidden in her bag. The woman revealed a collection of vibrant books, including deep blues, bright yellows, and rich red. She smiled at them. യെസ്, എന്താണ് വുമൺ, ആ കുട്ടികൾ അവർ ബാഗ് തുറന്നിട്ട് ബാഗിൽ നിന്ന് കുറേ ബുക്സാണ് എടുത്തത്. ബ്ലൂ കളറും യെല്ലോ കളറും റെഡ് കളറുമായിട്ടുള്ള കുറേ ബുക്കുകളാണ് എടുത്തത്. ടെൽ മീ യുവർ സ്വീറ്റ് നെയിം, നിങ്ങളുടെ പേരെന്താണെന്ന് പറയൂ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ, കുട്ടികൾ പരസ്പരം നോക്കി. ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിം, പക്ഷെ ആരും അവരുടെ പേരുകളൊന്നും പറഞ്ഞില്ല. എന്നിട്ടോ യെസ്, ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പേര് പറഞ്ഞാണ്. മുത്തോനിന്നു താജു ഹെസിറ്റൻ്റ്ലി ദേ അട്ടേർഡ് ദേ നെയിംസ്, അവർ മടിച്ചുകൊണ്ട് അവരുടെ പേര് പറഞ്ഞു. ഹെസിറ്റൻ്റ്ലി, മടിച്ചുകൊണ്ട്. ദേ വാണ്ടഡ് ടു നോ ഹെർ നെയിം, അവർക്ക് ആ ആൻറ്റീൻ്റെ പേര് അറിയണമായിരുന്നു. their eyes were asking for it. call me ദീദി, the woman said പ്ലീസൻ്റ്ലി, ആ വുമൺ വളരെ താഴ്മയോട് കൂടി പറഞ്ഞു, എന്നെ ദീദി എന്ന് വിളിച്ചാൽ മതി എന്ന്. വേൾഡ് ഓഫ് വണ്ടേഴ്സ്, അത്ഭുതങ്ങളുടെ ലോകം. ദസ് ബുക്സ് ആർ ഫോർ യു സെഡ് ദീദി, ഈ ബുക്ക് നിങ്ങൾക്കുള്ളതാണ്. ആ പിക്ചറിൽ കാണുന്നുണ്ട് ദീദി വന്നിട്ട് അവർക്ക് പുസ്തകം കൊടുത്ത് തിരിച്ചു പോകുന്നുണ്ട്. ഫോർ അസ്, ഞങ്ങൾക്കോ. എക്സ്ക്ലൈംഡ് നിന്നു, അത്ഭുതത്തോടെ നിന്നു ചോദിച്ചു. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് one another. They began to turn the pages. After some time, Didi said, okay dears, it is time for me to leave. See you Didi, see you tomorrow. Didi said and waved at them. The children waved back. അപ്പം കുട്ടികളോട് ആ ഒരു പുസ്തകം കൊടുത്തിട്ട് അവരത് പേജ് മറിച്ച് നോക്കുകയാണ്. അവർക്ക് റീഡ് ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഇമാജിനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീദി പറയാണ്, ഓക്കെ ഡിയേഴ്സ്, ഞാൻ പോവുകയാണ്. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ്, എനിക്ക് പോകാനുള്ള സമയമായി, നമുക്ക് സീ യു ടുമോറോ, നാളെ കാണാം എന്ന് പറഞ്ഞ് ദീദി പോകുന്നു. ദേ ഡിഡ് നോട്ട് വിങ്ക് ദെയർ ഐസ് ടിൽ ദ റെഡ് ദുപ്പത്ത ഡിസപ്പിയർഡ്. വിങ്ക് എന്ന് വെച്ചാൽ കണ്ണ് ചിമ്മുന്നതിനെയാണ് വിങ്ക് എന്ന് പറയുന്നത്. ദേ ഡിഡ് നോട്ട് വിങ്ക് ദെയർ ഐസ്, അവരവരുടെ കണ്ണ് ചുമ്മാതെ എന്ത് ചെയ്തു, ആ റെഡ് ദുപ്പത്ത ഡിസപ്പിയർഡ്, കണ്ണിൽ നിന്ന് മറയുവോളം നോക്കി നിന്നു. ദ ചിൽഡ്രൻ took the books, കുട്ടികൾ ബുക്ക് എടുത്തു. ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻ, ഓരോ പുസ്തകത്തിലും അടിപൊളിയായിട്ടുള്ള സ്റ്റോറീസും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ്, കുറിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. ദേ വർ നോട്ട് ഏബിൾ ടു റീഡ് ദ സ്റ്റോറീസ്, അവർക്ക് റീഡ് ചെയ്യാൻ അറിയില്ലായിരുന്നു. ബട്ട് ദേ ഇമാജിൻ സം സ്റ്റോറീസ് ബൈ ലുക്കിംഗ് അറ്റ് ദ പിക്ചർ നോക്കിയിട്ട് അവരെന്ത് ചെയ്തു, ഇമാജിൻ ചെയ്തിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓ ദീദി ബിഗാൻ ടു കം എവറി ഡേ, ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി. ദ സാറ്റ് വിത്ത് ഹെർ ആൻഡ് ലിസൺ ടു ദ സ്റ്റോറീസ്, അവിടെ വന്നിട്ട് ഇരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്തു, സ്റ്റോറി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് അത് കേൾക്കും. വാവ്, വാട്ട് എ fantastic tales Didi read out to them. Slowly they began to recognize letters and words. ദീദി അങ്ങനെ ഒരുപാട് കാലം വന്നു, റീഡ് ചെയ്ത് കൊടുത്തു. അപ്പം സാവധാനം അവരെന്ത് ചെയ്തു, വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ അവർ പഠിച്ചു. ബിഫോർ ലോങ് ദേ വർ റീഡിങ് സ്റ്റോറീസ് ടു, പിന്നെ എന്ത് ചെയ്തു, അവർ സ്റ്റോറീസ് തനിയെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. They began to love their Didi deeply. They decided to decorate Didi's seat and brought a chair, a piece of carpet and some curtains. But now Didi's space looked lovely, but Didi did not come. The next day too, she did not come. The children were worried. Yet they continued to wait, but she didn't come. യെസ്, അപ്പോൾ അവർ ദീദീനെ ഡീപ്പായിട്ട് ലവ് ചെയ്യാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങി.
അപ്പോൾ ദീദീൻ്റെ സീറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. എന്നിട്ട് അവർ പോയിട്ട് ഒരു ചെയർ കൊണ്ടുവന്നു, എ പീസ് ഓഫ് കാർപ്പറ്റ് കൊണ്ടുവന്നു, സം കർട്ടൻ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കിയിട്ട് ഒരു ക്ലാസ് റൂമിൻ്റെ പോലെ ആക്കിയിട്ട് മാറ്റി. പക്ഷേങ്കിൽ ദീദി ഡിഡ് നോട്ട് കം. ദീദി വന്നില്ല. പിറ്റേ ദിവസം വരുമെന്ന് കരുതി. ദ നെക്സ്റ്റ് ഡേ ടു ദീദി ഡിഡ് നോട്ട് കം. പിറ്റേ ദിവസം ദീദി വന്നില്ല. അങ്ങനെ ദീദി വരാതെ തന്നെ ആയി. ദീദിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരിനി പോവാണ്. എ ക്ലൂ. യെസ്. One day in a book they saw Didi's address written on the last page. They noticed it down excitedly. They went in search of her. ഒരു ദിവസം അവർക്ക് ദീദി കൊടുത്തിട്ടുള്ള പുസ്തകത്തിന്റെ പുറകുവശത്ത് ദീദിയുടെ അഡ്രസ്സ് എഴുതിയതായിട്ട് അവർ ശ്രദ്ധയിൽപ്പെട്ടു. അവരെന്ത് ചെയ്തു? യെസ്, ആ അഡ്രസ്സ് കൊണ്ട് അവർ ഇറങ്ങുകയാണ്. എന്തിന്? ദീദീനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. They carried the books with them. അവരുടെ കയ്യിൽ അവരെന്ത് ചെയ്തു? ബുക്കും കൂടി എടുത്തിട്ടുണ്ട്. By then the children could read the bus number and its destination. കുട്ടികൾ ബസ് നമ്പർ നോക്കിയിട്ട് എന്ത് ചെയ്തു? ബസ്സിൽ കയറിയിരുന്നു. അതിൻ്റെ ലക്ഷ്യസ്ഥാനം എങ്ങോട്ടേക്കാന്നൊക്കെ നോക്കിയിട്ട് അവർ ബസ്സിൽ കയറിയിരുന്നു. They traveled to Didi's place. അവർ ദീദീൻ്റെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം. They searched for her house from morning to evening. രാവിലെ മുതൽ ഈവനിങ് വരെ അവരെന്ത് ചെയ്തു? ദീദിയുടെ വീട് ഏതാണെന്ന് അന്വേഷിച്ചു. ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. ടയേർഡ് ആൻഡ് സാഡ്. അവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അവർ വളരെ സങ്കടത്തിലായി. അതുപോലെ എന്ത് ചെയ്തു? അവർ വളരെ വിഷമത്തിലാണ്. ദേ ഡിസൈഡഡ് ടു റിട്ടേൺ ജസ്റ്റ് ആസ് ദേ വർ റിട്ടേണിങ്. സം വൺ സോ എ റെഡ് ദുപ്പട്ട ഓൺ എ ടെറസ്. അവർ തിരിച്ചു വരാൻ വേണ്ടി തീരുമാനിച്ചു. തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ഒരു കുട്ടി എന്ത് ചെയ്തു? ടെറസിൻ്റെ മേലെ റെഡ് ദുപ്പട്ട ആരിയിട്ടത്, അയലിൻ്റെ മേലെ ഇട്ടത് കണ്ടു. ദേ റാൻ ടു ദാറ്റ് ഹൗസ്. there they saw Didi lying in the bed. She looked very ill. റെഡ് ദുപ്പട്ട കണ്ടില്ലേ? എന്ത് ചെയ്തു? അവരെ കാണുമ്പോൾ വളരെ അസുഖം ബാധിച്ചതുപോലെ ഉണ്ട്. ബെഡിൽ ഇങ്ങനെ കിടക്കാണ്. ദ മാജിക് ഓഫ് വേർഡ്സ്. അക്ഷരങ്ങളുടെ അത്ഭുതം എന്നാണ്. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. ഷീ സാറ്റ് അപ്പോൺ ഹെർ ബെഡ് ആൻഡ് സ്മൈൽഡ്. ദീദിക്ക് വളരെ സന്തോഷമായി കുട്ടികളെ എല്ലാവരെയും കണ്ടപ്പോൾ. എന്നിട്ട് ദീദി എന്ത് ചെയ്യാണ്? ബെഡിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. The children sat around her and read stories, for the tears of joy filled Didi's eyes. കുട്ടികൾ അവൾക്ക് ചുറ്റും ഇരുന്നിട്ട്, ദീദീൻ്റെ ചുറ്റും ഇരുന്നിട്ട് അവൾക്ക് കഥകൾ വായിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറയാണ്. She hugged and kissed them. She promised to meet them next week. The children returned home happily. കുട്ടികളോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അസുഖം മാറിയാലുടനെ ഞാൻ അങ്ങോട്ടേക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയേറെ സന്തോഷമായി. യെസ്, അവർ ദീദീൻ്റെ ചുറ്റും ഇരുന്ന് ബുക്ക് റീഡ് ചെയ്യുന്നതാണ് കാണുന്നത്. Now Didi comes every day. You can find them every evening. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഈവനിങ്ങിലും ദീദീനെ കാണാൻ പറ്റും. You can see them laughing. You can hear them reading. നിങ്ങൾക്ക് അവർ ചിരിക്കുന്നത് കാണാൻ പറ്റും, അതുപോലെ വായിക്കുന്നത് കാണാൻ പറ്റും, കളിക്കുന്നത് കാണാൻ പറ്റും. You can watch them having so much fun. The children, their Didi and the books. കുട്ടികളും അവരുടെ ദീദിയും അതുപോലെ ബുക്കും. ഓക്കെ, രുക്മിണി ബാനർജിയുടെ ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോൾ റീഡ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ദെൻ ഗ്ലോസറി ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങുമാണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു വർക്ക് തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി പോസ്റ്റർ, പ്രിപ്പയർ എ സിമിലർ ഡിജിറ്റൽ പോസ്റ്റർ. ഉണ്ടാക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത്. ദെൻ ആക്ടിവിറ്റി 2, നിന്നു സോ ദി ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ഇൻ എ സ്കൂൾ ബസ്. റൈറ്റ് ഹെർ തോട്ട്സ്. നിന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് നിന്നു കാണുകയാണ്. ആ സമയത്ത് നിന്നുവിൻ്റെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും എന്ന് എഴുതാനാണ്. തോട്ട്സ് ഓഫ് നിന്നു. ഹൗ ലക്കി ദേ ആർ. അവർ എത്ര ലക്കിയാണ്. യെസ്, അവർക്ക് സ്കൂളിൽ പോകാനെല്ലാം ദേ ആർ ഗോയിങ് ടു സ്കൂൾ അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടെ ചിന്തകൾ എന്താണോ അത് എഴുതാം. ദെൻ മൂന്നാമത്തെ, സം സെൻറ്റൻസ് വേർഡ് സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഈ സ്റ്റോറിയിൽ കുറച്ച് സെൻറ്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതൊക്കെ ഡിസോർഡർ ആയിട്ടാണുള്ളത്. ഇതിനെ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് മാറ്റണം. അതായത് വോർ ഷീ ദുപ്പത്ത റെഡ് എ എന്നുള്ളതിനെ ഷീ വോർ എ റെഡ് ദുപ്പത്ത എന്നാക്കുമ്പോൾ അതെന്താണ്? കറക്റ്റ് സെൻറ്റൻസ് ആവും. അതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്യുക. ദെൻ ഈ ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ടേബിളിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബോളുണ്ട്, ചെയറുണ്ട്, റാബിറ്റ് ചാടുന്നുണ്ട്, അതുപോലെ ഒരു ക്യാറ്റ് ടേബിളിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. യെസ്,
ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓവർ, അണ്ടർ, ഇൻ ഫ്രണ്ട് ഓഫ്, ബിസൈഡ്, ബിറ്റ്വീൻ. ഇത് ഏതാണോ സ്യൂട്ട് ആയിട്ടുള്ളത് അത് എന്ത് ചെയ്യാം, ഈ ഒരു പാരഗ്രാഫിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. സതി MV ഈസ് ഓൺ റീഡിംഗ് സ്പ്രീ. ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അതിനെന്ത് ചെയ്യാം, അതിനെ റീഡ് ചെയ്തിട്ട് ഈ ഒരു 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. വാട്ട് ആർ ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്? ന്യൂസ് റിപ്പോർട്ട് എന്തിനെ കുറിച്ചിട്ടാണ്? വാട്ട് ഈസ് സതീസ് പ്രോബ്ലം? സതീൻ്റെ പ്രോബ്ലം എന്താണ് എന്നുള്ളത്, അങ്ങനെ തുടങ്ങി ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അടുത്തത് ക്രിയേറ്റ് യുവർ ഓൺ ബുക്ക്. നിങ്ങൾ ബുക്ക് എല്ലാം ഉണ്ടാക്കുന്ന ആളുകളാവാം. അപ്പം നമ്മളോട് സ്വന്തമായിട്ട് ഒരു പുസ്തകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.